അപ്പോൾ ഡോക്ടർക്ക് വിശ്വസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്, ഇത്ര സീരിയസ് ആയിട്ട് വന്നിട്ട്. അപ്പോൾ അവരെനിക്ക് ഒരു ഞരമ്പിന് ഒരു ടെസ്റ്റും കൂടി എഴുതി തന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ആ ടെസ്റ്റ് ഒന്നും വേണ്ട, എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്നുണ്ട്, ഇങ്ങനെ മാതാവ് വന്ന് തൊട്ട് സുഖപ്പെടുത്തിയെന്ന് പറഞ്ഞു. അപ്പോൾ അവിടുത്തെ നഴ്സുമാരൊക്കെ പറഞ്ഞു. അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര വിശ്വാസമായി. അപ്പോൾ അവരൊക്കെ ഭയങ്കര സങ്കടത്തിലായിരുന്നു, ഇത്ര പ്രായമുള്ളൂ എന്നിട്ട് ഇത്ര ഇങ്ങനെ പാരലൈസ് ആയ പോലെ കിടക്കുകയാണെന്നുള്ള രീതിയിൽ അവരൊക്കെ ഭയങ്കര സങ്കടത്തിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, ഒരു ദിവസം ഇവിടെ ഒബ്സർവേഷനിൽ കിടക്ക്, പിറ്റേ ദിവസം പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അമ്മോട് പറഞ്ഞു ആ ശരി, അപ്പോൾ ശനിയാഴ്ചയാണ് ഡിസ്ചാർജ് ചെയ്യുന്നത്, നമുക്ക് സൺഡേ നമുക്ക് കൃപാസനത്തിൽ പോകാം, സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഉള്ളിലിരുന്ന് ആരോ പറയുവാണ് വേണ്ട, ചേട്ടനെയും കൊണ്ട് പോയാൽ മതി, ചേട്ടൻ അന്ന് സൺഡേ വരാൻ പറ്റില്ല, അപ്പോൾ ചേട്ടനെയും കൊണ്ട് പോയാൽ മതി, ചേട്ടന് വിശ്വാസത്തിലേക്ക് വരണം, ചേട്ടനും ഇതുപോലെ വിശ്വാസമൊന്നുമില്ല, കുടുംബ പ്രാർത്ഥനയിലൊന്നും വരില്ല, പള്ളിയിലൊന്നും പോവില്ല, അങ്ങനെയൊക്കെ ചേട്ടൻ. അപ്പോൾ ചേട്ടൻ വിശ്വാസത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് ചേട്ടനെയും കൊണ്ട് നീ കൃപാസനത്തിൽ പോകണം, ചേട്ടൻ കേൾക്കില്ല, നീ സാക്ഷ്യം പറയണം. അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മേ നമുക്കിപ്പോൾ പോകണ്ട, ചേട്ടൻ വരുമ്പോൾ പോയാൽ മതി, നമുക്ക് ചേട്ടൻ എന്നാണ് വരാൻ പറ്റുന്നത് അന്ന് പോയാൽ മതി. അപ്പോൾ ചേട്ടൻ പറഞ്ഞിരിക്കുന്നത് എനിക്ക് ഈ അടുത്തൊന്നും ലീവ് ഉണ്ടാവില്ല, എനിക്ക് ഈ സൺഡേയും പോകേണ്ടി വരും, അപ്പോൾ നിങ്ങൾ ബസ്സിന് പോയി പോരെന്നാണ് ചേട്ടൻ പറഞ്ഞിരുന്നത്. മാതാവ് അതിന് അവസരം തന്നു. ഇന്നത് ഞാനിവിടെ എൻ്റെ 2 കാലിൽ വന്ന് നിന്നിട്ടാണ് സാക്ഷ്യം പറയുന്നത്. ഈ അൾത്താരയിൽ വന്നിട്ട് നിന്ന് സാക്ഷ്യം പറയാൻ തന്ന മാതാവിന് ഒരുപാട് നന്ദി. ഞാൻ എൻ്റെ പ്രേക്ഷിത വേലയായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് പൊതിച്ചോറ് കൊടുക്കലായിരുന്നു. പൊതിച്ചോറ് എൻ്റെ വീട്ടിൽ കുറച്ച് 2-3 പൊതിച്ചോറുണ്ടാക്കും. പിന്നെ ഞങ്ങളുടെ അയൽവക്കത്തൊക്കെ പറഞ്ഞ് കുറച്ച് പൊതിച്ചോറൊക്കെ കളക്ട് ചെയ്യും. എന്നിട്ട് ഞങ്ങൾ ചാലക്കുടിയിൽ തന്നെ ഇങ്ങനെ ഭിക്ഷാടനം നടത്തുന്നവർ അല്ലെങ്കിൽ അങ്ങനെ വഴിയരികിലുള്ളവർ അവർക്കൊക്കെ കൊണ്ട് ഭക്ഷണം കൊടുക്കും. ഞങ്ങൾ അങ്ങനെയായിരുന്നു പ്രേക്ഷിത വേല ചെയ്തുകൊണ്ടിരുന്നത്. പത്രമൊക്കെ കൊടുത്തുകൊണ്ടിരുന്നത് അവിടെ ചാലക്കുടി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അവിടുത്തെ രോഗികളുടെ അടുത്തൊക്കെ പോയി ഞങ്ങൾ സംസാരിച്ച് അവരുടെ വിഷമങ്ങളൊക്കെ അറിഞ്ഞ് പിന്നെ ഞങ്ങൾ അവർക്ക് പത്രമൊക്കെ കൊടുക്കും, അവരെ കാണാൻ വരുന്നവർക്കൊക്കെ പത്രമൊക്കെ കൊടുക്കും. ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്ന് എന്നെ അനുഗ്രഹിച്ച പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും ഒരുപാട് നന്ദി. പുറപ്പാടിൻ്റെ പുസ്തകം 33:19